ഹലോ എവ്രി വൺ. നമ്മളിന്ന് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്ത് പോയാലേ അതിൻ്റെ കറക്റ്റ് പാറ്റേൺ കിട്ടുള്ളൂ. നമ്മൾ ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ഇടയ്ക്ക് ചെയ്താലേ നമുക്ക് അതിൻ്റെ കറക്റ്റ് പാറ്റേൺ മനസ്സിലായി അതനുസരിച്ച് പഠനം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രീവിയസ് ഇയർ ഫോക്കസ് ചെയ്യുകയാണ്. ഒരു 25 ക്വസ്റ്റ്യനെങ്കിലും വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. നമ്മൾ നേരത്തെ ആൻസർ കീ പറഞ്ഞു പോയതുപോലെ ആയിരിക്കില്ല, കുറച്ച് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിൽ കൂടെയുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും, കൂടുതൽ ഐഡിയ കിട്ടും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് 49ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ എ ആണ്, കോഡ് എ ആണ്. എയിൽ 49ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. ഒരു 10 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സമയം കിട്ടുകയാണെങ്കിൽ 25 നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി തുടങ്ങാം. സോ 49ാമത്തെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് പാർട്ട് ഫസ്റ്റ് കവർ ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് പോവാം. സോ 49, ദ സ്റ്റെപ്സ് എക്സ്പെക്റ്റഡ് ടു ബി ടേക്കൺ ബൈ എ റീസണബിൾ പേഴ്സൺ ഓർ ബിസിനസ് ടു അവോയ്ഡ് ഹാം ടു ദംസെൽസ് ആൻഡ് അതേഴ്സ് എന്തായിരിക്കും? അതിൻ്റെ ആൻസറാണ് ഡ്യൂ ഡിലിജൻസ്. ഡ്യൂ ഡിലിജൻസ് എന്നാണ് അതിൻ്റെ ആൻസർ. ഡ്യൂ ഡിലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ ടേം തന്നെയാണ്, ഒരു ബിസിനസ് ടേം കൂടെയാണിത്, ഈ ഡ്യൂ ഡിലിജൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയോ സ്ഥാപനമോ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ഒരു ന്യായമായിട്ടുള്ള ഒരു ശ്രദ്ധ ചെലുത്തുക, അതായത് റീസണബിൾ കെയർ എടുക്കുക എന്ന് പറയും, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ, ഒരു അന്വേഷണം നടത്തുക, അതിനൊക്കെയാണ് ഈ ഡ്യൂ ഡിലിജൻസ് എന്ന് പറയുക. വെരിഫിക്കേഷനും എല്ലാം പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബാങ്ക് ലോൺ സാങ്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ബാങ്ക് ആപ്ലിക്കൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ് ചെക്ക്, അത് ബാങ്ക് ഫോളോ ചെയ്യുന്ന ഒരു ഡ്യൂ ഡിലിജൻസ് ആണ്, ഒരു സിസ്റ്റമാണത്. അതുപോലെ ഇപ്പം മറ്റൊരു കമ്പനി വേറൊരു കമ്പനിയെ വാങ്ങുന്ന ആ ഒരു സമയത്തൊക്കെ, മെർജ് ചെയ്യുന്ന സമയത്തൊക്കെ അവർക്ക് എന്തെങ്കിലും ലീഗൽ ലയബിലിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലം വാങ്ങുന്ന സമയത്ത് ആ സ്ഥലത്തിന് വല്ല ബാധ്യതയുണ്ടോ, ഇതൊക്കെ ഒരു ഡ്യൂ ഡിലിജൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതൊരു ലീഗൽ ടേമാണ്. സോ ഈ ഒരു പ്രവൃത്തിയാണ് ഡ്യൂ ഡിലിജൻസ് എന്ന് പറയുന്നത്. ഇനി മറ്റേത് തന്നിരിക്കുന്നതൊക്കെ എന്താ? ഇൻട്രിൻസിക് ഒബ്ലിഗേഷൻ. അതായത് ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ധാർമ്മിക ബാധ്യതയാണ് ഈ ഇൻട്രിൻസിക് ഒബ്ലിഗേഷൻ എന്നൊക്കെ പറയുന്നത്. ഇതൊരു ലീഗൽ ടേമേ അല്ല, ഇൻട്രിൻസിക് ഒബ്ലിഗേഷൻ. പിന്നെ ഇൻഫിനിറ്റ് കെയർ, ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു നോർമൽ ഒരു വേർഡാണ്. നമ്മൾ സാധാ ഡേ ടു ഡേ ബേസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫിനിറ്റ് കെയർ ചെയ്യുക എന്നൊക്കെ പറയുന്ന ജസ്റ്റ് ഒരു ലീഗൽ ടൈമേ അല്ല അതൊന്നും. പിന്നെ ഡീപ്പ് ഡിസ്ക്രിഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഡിസിഷൻ മേക്കിംഗ് പവറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഗവർണറിനൊക്കെ ഒരുപാട് ഡിസ്ക്രിഷണറി പവേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഡിസൈഡ് ചെയ്യാം, ആ ഡിസിഷന് അവരുടെ കയ്യിലാണ് ഇതിരിക്കുന്നത്. സോ അതാണ് ഡീപ്പ് ഡിസ്ക്രിഷൻ എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഫ്രേസ് മീനിങ് ലെറ്റ് ദ ബയർ ബിവെയർ എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? ക്വിഡ് പ്രോ ക്യൂ ആണോ, കാവറ്റ് എംപ്റ്റർ ആണോ, പാരി പസു ആണോ, ക്യോ വാഡിസ്? ഏതാണ്? കാവറ്റ് എംപ്റ്റർ എന്ന് പറഞ്ഞൊരു വേർഡാണ് കറക്റ്റ് ആൻസർ, കാവറ്റ് എംപ്റ്റർ. സോ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ലെറ്റ് ദ ബയേഴ്സ് ബിവെയർ, വാങ്ങുന്നയാൾ തന്നെ സൂക്ഷിക്കുക എന്നുള്ളൊരു വാക്കാണിത്, കാവറ്റ് എംപ്റ്റർ. സോ ഇത് ഒരു ലോ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട്, അതിലൊക്കെ വരുന്നൊരു പരിപാടിയാണത്. അതിലൊരു പ്രധാന പ്രിൻസിപ്പിളാണ്. ഇത് വാങ്ങുന്നതിന് മുമ്പ് ക്വാളിറ്റി, കണ്ടീഷൻ, ഫിറ്റ്നസ് എന്നിവ പരിശോധിക്കണം. അതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് സെയിൽ കോൺട്രാക്റ്റിലോ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ലോ ഒക്കെ ഉണ്ടല്ലോ, മിക്ക കോൺട്രാക്റ്റും ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. കാവറ്റ് എംപ്റ്റർ എന്ന് പറഞ്ഞൊരു വേർഡ്. അതായത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അർത്ഥം. അതായത് ഒരു സാധനം വാങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിനു മുമ്പ് അതിൻ്റെ ക്വാളിറ്റി, കണ്ടീഷൻ, ഫിറ്റ്നസ് എന്നിവ പരിശോധിക്കണം. ഇത് ആരാ സൂക്ഷിക്കേണ്ടത്? വാങ്ങുന്നയാളാണ് സൂക്ഷിക്കേണ്ടത്. അത്രയേ ഉള്ളൂ. ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങുന്നതെന്ന് വിചാരിക്കുക, അതിൻ്റെ എൻജിൻ കണ്ടീഷൻ പരിശോധിക്കാതെ വാങ്ങിയാൽ എന്താ സംഭവിക്കുക? അപ്പം അതൊക്കെ ഇവിടെ നമ്മുടെ ബാധ്യതയാണ്, വിൽക്കുന്ന ആളുടെ ബാധ്യതയല്ല. സോ അവിടെ വരുന്നത് കാവറ്റ് എംപ്റ്റർ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. നിങ്ങളിത് അങ്ങനെ ഓർത്ത് വയ്ക്കുക. റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല കാര്യം അല്ലേ, ഒന്ന് ഓർത്ത് വെച്ചാൽ ഇതിൻ്റെ അർത്ഥമൊക്കെ. ക്വിഡ് പ്രോ ക്യോ എന്താണ്? ക്വിഡ് പ്രോ ക്യോ, സംതിങ് ഇൻ റിട്ടേൺ.
ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണം എന്നൊക്കെ പറയുന്ന ഒരു പ്രിൻസിപ്പിൾ, ഗുഡ് പ്രോ ക്വോ. നമ്മൾ ചെയ്തതിന് എന്തെങ്കിലും ഒരു പ്രത്യുപകാരം കിട്ടുമെന്ന് പ്രതീക്ഷ, അല്ലെങ്കിൽ കിട്ടും എന്നുള്ള ഉറപ്പ്. പിന്നെ പാരി പസു, അതെന്തുമായിരുന്നു? പാരി പസു ഈക്വൽ ഫൂട്ടിങ്, അതായത് ഈക്വൽ പാരിറ്റി. പാരിറ്റി എന്ന് പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞാൽ ഈക്വൽ പാരിറ്റി എന്നൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ പറയുന്നുണ്ട്. സോ എല്ലാവരും രണ്ടുപേരും തുല്യരായിട്ട്, ഇപ്പോൾ ജഡ്ജിൻ്റെ ഒരു കാര്യമായിട്ട് എടുക്കുക. ഒരു പണക്കാരൻ, ഒരു വലിയ കോടീശ്വരനും പ്രതിയായിട്ട് വന്നതൊരു പാവപ്പെട്ടൊരു ആളുമായിരിക്കും. ഈയിടെ ഒരു കേസും ഉണ്ടായിരുന്നു, മാല മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വലിയ വീട്ടിൽ നിന്ന് ഒരു വേലക്കാരി യുടെ പേരിൽ ആ മാല മോഷ്ടിച്ചതിൻ്റെ ആരോപണമൊക്കെ ആയിട്ട്. പക്ഷെ അവിടെ ജഡ്ജ് എന്താ വിചാരിക്കുക? അവിടെ പാരി പസു ആ പ്രിൻസിപ്പിളാണ് അവിടെ വരിക. ഈക്വൽ ഫൂട്ടിങ് ആയിരിക്കും. അവർ പാവപ്പെട്ടവരോ പണക്കാരോ ആയിക്കോട്ടെ, ഇവിടെ ആരാണ് നീതിയുടെ ഭാഗത്ത് നിൽക്കുന്ന, ആരാണ് ഇവിടെ അന്യായം ചെയ്തത്, കോർട്ടൊക്കെ അങ്ങനെ അനലൈസ് ചെയ്യുള്ളൂ. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് വേർഡാണ് കോർട്ടിൽ. നമ്മുടെ NCERTകളിൽ വരെ ഇതേ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഈ വേർഡ് പാരിപ്പസു എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, സോ അത് ഓർത്ത് വയ്ക്കുക. ഈക്വൽ ഫൂട്ടിങ്. ക്വിഡ് പ്രോ ക്വോ എന്താണ്? സംതിങ് ഇൻ റിട്ടേൺ. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ എന്താണ്? ക്വോ വാഡിസ്. ക്വോ വാഡിസ്, ക്വോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സം ക്വസ്റ്റ്യൻ ലൈക്ക് ഫോമാണത്. ക്വോ വാറണ്ടോ, നമ്മുടെ റിട്ട് തന്നെ കണ്ടിട്ടില്ലേ? ബൈ വാട്ട് അതോറിറ്റി, എന്ത് അധികാരത്തിലാണ് അവിടെ ആ ഓഫീസർ ഇരിക്കുന്നത്. സോ അതാണ് ക്വോ വാറണ്ടോ. സോ ക്വോ വാഡിസ് എന്ന് പറഞ്ഞാൽ വേർ ആർ യു ഗോയിങ്? ക്വോ വാഡിസ്, എവിടെ പോകുന്നു? ഓക്കെ, സോ അതാണ് ആ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ. ആൻഡ് ഓപ്ഷൻസ് നമ്മൾ നോക്കി പോകണം. എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻസ് ആയിരിക്കും. ഈ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കാം അടുത്ത പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ, പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതിനോട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ആയിരിക്കും. ഇപ്പോൾ ക്വോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബൈ വാട്ട് അല്ലെങ്കിൽ എങ്ങോട്ട് പോകുന്നു, ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ആണെന്ന് മനസ്സിലായില്ലേ? അത് വെച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് 51ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ ഡിഡ് യു വർക്ക് ദെയർ? ഹൗ ഡാഷ് ഡിഡ് യു വർക്ക് ദെയർ? എങ്ങനെ അതിൻ്റെ ആൻസർ പറയാം? ഹൗ ഫാർ ഡിഡ് യു വർക്ക് ദെയർ? ഹൗ ഫാർ അവേ ഡിഡ് യു വർക്ക് ദെയർ? ഹൗ ലോങ് ഡിഡ് യു വർക്ക് ദെയർ? ഹൗ ഫാർ ലോങ് ഡിഡ് യു വർക്ക് ദെയർ? ഇവിടെ നിങ്ങൾക്ക് ഈ ബി ഓപ്ഷനും നിങ്ങൾക്ക് ഈ ഓപ്ഷൻ, ഈ ഒരു ഫാർ അലോങ് ആ ഓപ്ഷനും, ഇത് രണ്ടും എങ്ങനെയായാലും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഈ സിയും എയിലും ആണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക. സിയും എയിലും ആയിരിക്കണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക. അപ്പോൾ അതിൽ നിങ്ങൾ ഹൗ ഫാർ ഡിഡ് യു വർക്ക് ദെയർ അല്ലെങ്കിൽ ഹൗ ലോങ് ഡിഡ് യു വർക്ക് ദെയർ, അതിലായിരിക്കണം മാക്സിമം കൺഫ്യൂഷൻ വരാൻ സാധ്യത. സോ അതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ലോങ് ഡിഡ് യു വർക്ക് ദെയർ എന്ന് തന്നെയാണ് അതിൻ്റെ ആൻസർ. ഹൗ ലോങ് ഡിഡ് യു വർക്ക് ദെയർ, അതാണ് അതിൻ്റെ ആൻസർ. സോ അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 52ാമത്തെ ക്വസ്റ്റ്യൻ. എ ഗ്രാമാറ്റിക്കലി അപ്രോപ്രിയേറ്റ് ആൻഡ് ട്രൂത്ത്ഫുൾ റെസ്പോൺസ് ടു ദ ക്വസ്റ്റ്യൻ ഹൗ ഓഫൺ ഡു യു വിസിറ്റ് യുവർ ഹോം ടൗൺ ബൈ എ പേഴ്സൺ ഹു വിസിറ്റ്സ് ഒക്കേഷണലി ഓർ അറ്റ് ഇൻഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസ്. അതായത് നമുക്ക് ഗ്രാമാറ്റിക്കലി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഉദ്ദേശം. അത് എന്താണ്? ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഹോം ടൗണിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പോവാറ്, അതായത് എത്ര നാളൊക്കെ കൂടുമ്പോഴാണ് പോവാറ്. അപ്പം അദ്ദേഹം ആ പേഴ്സൺ ആൻസർ പറയുകയാണ്, ഞാൻ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒക്കേഷൻ എന്തെങ്കിലുമൊക്കെ വിശേഷം വരികയാണെങ്കിൽ അങ്ങനെ വല്ലപ്പോഴൊക്കെ പോവാറുണ്ട്. അതിന് ഒരു പ്രത്യേകിച്ചൊരു ഇൻ്റർവെല്ലൊന്നും ഇല്ല. അതിന് നമ്മൾ എന്താണ് ഒരു കറക്റ്റ് ഗ്രാമാറ്റിക്കലി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ റെസ്പോൺസിൻ്റെ കറക്റ്റ് ഗ്രാമാറ്റിക്കലി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. അത് നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ആൻസർ? ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വെരി സോ ഓഫൺ എന്നാണ് അതിൻ്റെ ആൻസർ. വെരി സോ ഓഫൺ. ഓക്കെ, വെരി സോ ഓഫൺ എന്ന് പറയുന്നതാണ് അതിൻ്റെ ആൻസർ. അതായത് ഒക്കേഷണലി, വൺസ് ഇൻ എ വൈൽ, ഫ്രം ടൈം ടു ടൈം എന്ന അർത്ഥം നൽകുന്ന ഒരു എക്സ്പ്രഷനാണത്, വെരി സോ ഓഫൺ. ഹൗ ഓഫൺ ഡു യു വിസിറ്റ് യുവർ ഹോം ടൗൺ എന്ന ചോദ്യത്തിന് ഒരാൾ ഇടയ്ക്കിടെ മാത്രമാണ് പോകുന്നതെങ്കിൽ ഏറ്റവും സ്വാഭാവികമായുള്ളൊരു മറുപടിയാണ് എന്ത്? വെരി സോ ഓഫൺ. മറ്റ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓൺലി വൺസ് ആസ് ഓഫൺ എന്ന് പറഞ്ഞാൽ അത് ഗ്രാമർ അതിൻ്റെ ശരിയല്ല, അതിൻ്റെ ഗ്രാമർ കറക്റ്റ് ആയിട്ടില്ല അവിടെ. ഓൺലി വൺസ് ആസ് ഓഫൺ എന്ന് പറയുന്നത്. എവർ സോ ഓഫൺ എന്ന് പറഞ്ഞാൽ
ഈ കോണ്ടെക്സ്റ്റിൽ ഒരു സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ അല്ല അത്. അതായത് എവർ സോ ഓഫൺ എന്ന് പറയുന്നതിൽ എവരി സോ ഓഫണിൻ്റെ അത്രയും കറക്റ്റ്നെസ് അതിനില്ല എന്നുള്ളതാണ് എവർ സോ ഓഫണിൻ്റെ പ്രശ്നം. നോട്ട് ആസ് ഓഫൺ എന്ന് പറയുന്നത് അതൊരു വ്യക്തമായിട്ടുള്ളൊരു മറുപടി ആവുന്നില്ല അവിടെ. എവരി സോ ഓഫൺ എന്ന് പറയുമ്പോഴത്തേക്കും പോകുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഓക്കെ, ഒക്കേഷണലി പോകുന്നുണ്ട്, എന്നാൽ പോകുന്നുമില്ല, ഇൻഫ്രീക്വൻ്റ് ആണ്. അത് എവരി സോ ഓഫൺ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിൽ വരുന്നുണ്ട് ആ മീനിങ്. സോ അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് 53ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ദ ഇൻറ്റൻസ് ഫിയർ ഓഫ് ദ നമ്പർ 13. 13 എന്ന് പറഞ്ഞ നമ്പറിനെ വളരെയധികം പേടിക്കുന്നവർ നമ്മുടെ ഈ പ്രാവശ്യം വി ഡി സതീശൻ്റെ മന്ത്രിസഭയിൽ 13 എന്ന് പറഞ്ഞ അക്കമുള്ള കാറ് തന്നെ, അല്ലെങ്കിൽ ആ നമ്പർ തന്നെ സെലക്ട് ചെയ്യാൻ ഒരുപാട് പേര് ഭയപ്പെട്ടു. അപ്പം അത് ഒരു ഫോബിയാണ്. ആക്ച്വലി അതൊരു ഫോബിയാണ്, ഒരു പേടിയാണ്. സോ അതിന് നമ്മളെന്താ പറയുക? അതിനെന്താ നമ്മൾ പറയുക? ഇതിലേത് ഫോബിയാണ്? നമ്മൾ ജസ്റ്റ് 13, ഇവിടെ ഒരു 3 വന്നിട്ടുണ്ട് അല്ലേ? 13-ലൊരു 3 വന്നിട്ടുണ്ട്. സോ ഇവിടെ ഒരു ട്രൈ ഉണ്ട് അല്ലേ? ട്രൈ. സോ അത്രേ ഉള്ളൂ, 3നെ സൂചിപ്പിക്കുന്ന ട്രൈ. സോ മാർക്ക് ഇറ്റ് ആസ് വാട്ട് എവർ ഇറ്റ് ബി, ട്രൈ സ്കൈഡ്കഫോബിയ. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. ഇതായിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി ബാക്കി ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ക്ലോസ്ട്രോഫോബിയ അല്ലേ? ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, വളരെ എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, വളരെ ഈ സ്പേസൊക്കെ വളരെ ക്ലോസ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ജനൽ പോലും ഇല്ലാതെ എന്തെങ്കിലും റൂമിൽ കിടക്കാൻ തന്നെ പേടിയുള്ളവരൊക്കെ ഉണ്ട്. കാറ് തന്നെ ചെറിയൊരു കാറാണെങ്കിൽ എൻ്റെ ബാക്ക് സീറ്റിലിരിക്കാൻ തന്നെ പേടിയുള്ളവർ. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇടുങ്ങിയ സ്പേസോടുള്ള ഒരു പേടിയാണ് ക്ലോസ്ട്രോഫോബിയ. ഇനി ക്ലീത്രോഫോബിയ, അതായത് നമ്മൾ ട്രാപ്ഡ് ആകുമോ എന്നുള്ളൊരു ഭയം. നമ്മളിപ്പോൾ എക്സ്പെഡീഷനൊക്കെ പോവുകയാണെങ്കിൽ, ട്രക്കിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ഗുഹയിലോ ഒക്കെ കയറേണ്ട അവസ്ഥ, അവിടെയൊക്കെ സ്റ്റാലക്മൈറ്റൊക്കെ നിങ്ങൾ ജോഗ്രഫി പഠിച്ചിട്ടുണ്ടാവും. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ തന്നെ ട്രാപ്ഡായി പോകുമോ ആ ഗുഹയ്ക്കകത്ത്? അങ്ങനെയുള്ള ഗുഹകളിലൊക്കെ കയറാൻ മടിച്ചു നിൽക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അല്ലേ നമുക്കൊക്കെ. സോ അതിൻ്റെ പേരാണ് ക്ലീത്രോഫോബിയ. ഇനി അലക്ട്രോഫോബിയ. എന്താണ്? കോഴികളോടുള്ള ഭയമാണ് അലക്ട്രോഫോബിയ. ഓക്കെ, അലക്ട്രോഫോബിയ കോഴികളോടുള്ള ഭയമാണ്. അങ്ങനെയുള്ളവരുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും, പക്ഷെ അങ്ങനെയുള്ളവരും ഉണ്ട്, കോഴികളോടുള്ള ഭയം. ഒക്കെ ആ വർഗത്തിൽപ്പെട്ട, അത് എക്സാക്ട് കോഴിയാണോന്നല്ല, കുറച്ച് വലിയതായാലും അവരോടുള്ള ഒരു ഭയം ഉണ്ടല്ലോ. ഇപ്പോൾ യമു തന്നെ എടുക്കാം, അങ്ങനെയുള്ള ആ വർഗത്തോടുള്ള മൊത്തമുള്ളൊരു ഭയം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സോ ഇത്രയാണ് ആ ഓപ്ഷൻസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കാണുന്നത്. കാരണം നമ്മൾ ഓപ്ഷൻസ് കൂടെ നോക്കി പോകുന്നത് മനസ്സിലായല്ലോ. ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം ആവാം. ഓക്കെ, സോ അടുത്തത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, ഹൗ ലോങ് ഡിഡ് യു വർക്ക് ദെയർ, അതല്ലേ അതിൽ ലോങ് ആണ് അതിൻ്റെ ആൻസർ കേട്ടോ, നേരത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൽ മറ്റ് ഓപ്ഷൻസ് നമ്മൾ അനലൈസ് ചെയ്തില്ലായിരുന്നു, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. സോ ഹൗ ഫാർ എന്ന് പറഞ്ഞാൽ അതൊരു ഡിസ്റ്റൻസിനെയാണ് കൂടുതൽ. ഹൗ ഫാർ ഡിഡ് യു ഗോ, നീ എവിടം വരെ പോയി, എത്ര നാൾ അല്ലെങ്കിൽ എത്ര നാൾ പിടിച്ചു നിന്നു, അങ്ങനെയൊക്കെ ഉള്ളൊരു കുറച്ച് ഇമോഷണൽ ഇതിലൊക്കെ വരുമ്പോൾ പറയുന്നൊരു സംഭവമാണ്. നമ്മളൊരു കാഷ്വലായിട്ട് ചോദിക്കുമ്പോൾ ഹൗ ഫാർ ഡിഡ് യു വർക്ക് ദെയർ അങ്ങനെ ചോദിക്കാറില്ല, ഹൗ ലോങ് ഡിഡ് യു വർക്ക് ദെയർ അങ്ങനെയൊക്കെ ചോദിക്കാറുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഹൗ ഫാർ എലിമിനേറ്റ് ആയത്. ഹൗ ഫാർ അവേയും ഹൗ ഫാർ എലോങ്ങും ഒക്കെ നമുക്കതിലെ കോണ്ടെക്സ്റ്റ് ചേരുന്ന ഒരു ഓപ്ഷൻസ് പോലും അല്ല അല്ലേ. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം പോലും ആക്ച്വലി ഇല്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. വാല്യുബിൾ, എംബറാസ്മെന്റ്, പെർമിയബിൾ, കാനാറ്റാങ്കറസ്. ഇതിലേതാണ് കറക്റ്റായിട്ട് സ്പെൽ ചെയ്തിരിക്കുന്ന വേർഡ്? കറക്റ്റായിട്ട് ഇതിലേതാണ് സ്പെൽ ചെയ്തിരിക്കുന്ന വേർഡ്? എംബറാസ്മെൻ്റ് എന്ന് തന്നെയാണ്. ആ സ്പെല്ലിങ് നിങ്ങൾ നോക്കി വെച്ചോ. EMBARRASSMENT. ഇവിടെ ഡബിൾ ആറും ഡബിൾ എസ്സും ഉണ്ട്, അത് കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ഇനി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചോദ്യം നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൽ മിക്കവാറും എല്ലാം ചോദിക്കാറുണ്ട്.
ഈ മറ്റ് സ്പെല്ലിംഗ് ഇപ്പോൾ ഇതുപോലെ തന്നെ ഈ എംബറാസ്മെൻ്റ് പോലെയുള്ളൊരു സംഭവമാണ് ഈ അക്കൊമഡേഷൻ. അക്കൊമഡേഷനിൽ രണ്ട് സിയും ഉണ്ട്, രണ്ട് എമ്മും ഉണ്ട്. ഓക്കെ, റെക്കമെൻഡേഷനിലും ഇതുപോലെ രണ്ട് എം വരുന്നുണ്ട്. രണ്ട് എം വരുന്നൊരു വേർഡാണ് റെക്കമെൻഡേഷൻ. ഓക്കെ, അതുപോലെയുള്ളൊരെണ്ണമാണ് എംബറാസ്മെൻറ്റ്. ഓർത്തിരുന്നാൽ മതി. ഇനി എംബറാസ്മെൻ്റ് എന്നൊക്കെ പറയാം, കുഴപ്പമില്ല. ഇനി 55ാമത്തെ ക്വസ്റ്റ്യൻ. ദോസ് പൈൽസ് ഓൺ ദ ഫ്ലോർ ആർ ന്യൂസ് പേപ്പേഴ്സ് ഡാഷ് ലാസ്റ്റ് ഇയർ. അതിലെന്താണ് കറക്റ്റ് ആൻസർ വരുന്നത്? ആൻസർ ചെയ്ത് നോക്കുക. ദോസ് പൈൽസ് ഓൺ ദ ഫ്ലോർ ആർ ന്യൂസ് പേപ്പേഴ്സ് ഫ്രം ലാസ്റ്റ് ഇയർ. അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഫ്രം എന്ന് പറയുന്നത് ഒറിജിനെ സൂചിപ്പിക്കുകയാണ്. അതിന് എവിടെ നിന്നാണ്? ഫ്രം ലാസ്റ്റ് ഇയർ. ഓക്കെ, ഇനി ഓഫ് എന്ന് പറയുമ്പോൾ എന്താ? പൊസഷനാണ്. അതായത് ആരുടെയാണ്? ന്യൂസ് പേപ്പേഴ്സ് ഓഫ് എ പേഴ്സൺ, ന്യൂസ് പേപ്പേഴ്സ് ഓഫ് രമേഷ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ന്യൂസ് പേപ്പേഴ്സ് ഓഫ് ലാസ്റ്റ് ഇയർ എന്ന് പറയില്ല. ന്യൂസ് പേപ്പേഴ്സ് ഫ്രം എന്ന് പറയുമ്പോൾ ടൈമിനെ സൂചിപ്പിക്കുന്നു. ഓഫ് എന്ന് പറയുമ്പോൾ പൊസഷനെ സൂചിപ്പിക്കുന്നു. ഫോറിൻ്റെ എന്ന് പറഞ്ഞാൽ പർപ്പസിനെ സൂചിപ്പിക്കുന്നു. അതായത് ന്യൂസ് പേപ്പേഴ്സ് ഫോർ സെയിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് ഫോർ ലേണിംഗ് എന്നൊക്കെ പറയുന്ന പോലെ എന്തിനു വേണ്ടിയുള്ള ന്യൂസ് പേപ്പർ എന്നാണ് സൂചിപ്പിക്കുന്നത്. ബട്ട് ഡ്യൂറിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ടൈം പീരീഡിനെയാണ്. ദോസ് വെയർ ന്യൂസ് പേപ്പേഴ്സ് ഡ്യൂറിങ് മൈ ടൈം. അതായത് അങ്ങനെ അതൊക്കെ ഞങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്ന ന്യൂസ് പേപ്പേഴ്സ് ആയിരുന്നു എന്നൊക്കെ നമുക്ക് പറയാനുള്ളതാണ്. ഇവിടെ ഒരിക്കലും മറ്റ് ഓപ്ഷൻസ് വരില്ല. ഇവിടെ ഫ്രം ലാസ്റ്റ് ഇയർ എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ ഇവിടെ വരുള്ളൂ. ഓക്കെ, ഇനി അടുത്തത്. റീഅറേഞ്ച് ദ വേർഡ്സ് ഇൻ ലോജിക്കൽ ഓർഡർ ഓഫ് ദി സെൻറ്റൻസ്. കോർണർ LED, അത് ഇതിൽ നമ്മൾ നോക്കുമ്പോഴേ നമ്മൾ എയും സിയും ആണ് ഇവിടെ 12 സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ദി ആണ് 12 വരുന്ന. ദി ആണ് മാറിപ്പോയല്ലോ. ദി ആണ് ഇവിടുത്തെ 12 സൂചിപ്പിക്കുന്നത്. അപ്പം ദി വെച്ചിട്ടൊരു സെൻറ്റൻസ് തുടങ്ങാവുന്നേ ഉള്ളൂ, നോ പ്രോബ്ലം. ഇനി നമ്മൾ അനലൈസ് ചെയ്യാം. അനലൈസ് ചെയ്യാം. ദി LED അല്ലേ, 2 LED ആണ്. 11 എന്ന് പറഞ്ഞ ബൾബ്, ദി LED ബൾബ് വന്നു. ഇവിടെയോ ദി ഷേപ്പ്ലി ഷാഡോസ് 5 എന്ന് പറഞ്ഞ കാസ്റ്റ്. അതല്ല, ദി LED. തന്നെ ആയിരിക്കും പ്രോപ്പർ ആൻസർ ഇവിടെ. തന്നെ ആയിരിക്കാം ഇവിടെ പ്രോപ്പർ ആൻസർ. ആൻ വെച്ചൊരു സെൻറ്റൻസ് തുടങ്ങാൻ ഉള്ള റെയറാണ്, തുടങ്ങിക്കൂടായികൊന്നുമില്ല, എന്നാലും വളരെ വളരെ റെയറാണ്. പിന്നെ ഡി നോക്കുമ്പോൾ നാലാമത്തെ എ വെച്ചും തുടങ്ങാം. നാലാമത്തെ പറയുമ്പോൾ LED എന്ന് പറയുമ്പോഴത്തേക്കും നോക്കാം നമുക്ക്. LED ബൾബ് കാസ്റ്റ് ഷേപ്പ്ലി ഷാഡോസ് ഓൺ ദി കോർണർ ഇൻ ആൻ വാൾ. നോ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എ ആണ്. ഇവിടുത്തെ ആൻസർ ആവാൻ സാധ്യത. ഇതിന് വേറെ എക്സ്പ്ലനേഷൻസിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ ജസ്റ്റ് ഷാഡോ കാസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 57ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ സ്യൂട്ടബിൾ ഫ്രൈസൽ വെർബ് ഫോർ ദ വേർഡ് അണ്ടർലൈൻ ചെയ്ത വേർഡിൻ്റെ ഫ്രൈസൽ വെർബ്, സ്യൂട്ടബിൾ ഫ്രൈസൽ വെർബ് സെലക്ട് ചെയ്യുക. ഓക്കെ, ദ ഓഡിയൻസ് വെയിറ്റഡ് ഫോർ മോർ ദാൻ അവർ ബട്ട് ദ സ്പീക്കർ ഡിഡ് നോട്ട് അപ്പിയർ. അതായത് ഓഡിയൻസ് 1 മണിക്കൂറിലധികം അവിടെ വെയിറ്റ് ചെയ്തു, പക്ഷേ സ്പീക്കർ വന്നില്ല അവിടെ. സ്പീക്കേഴ്സ് മീൻസ് അവിടെ സംഭാഷകനാണ്, അല്ലാതെ മറ്റ് ഇലക്ട്രോണിക് സ്പീക്കർ അല്ല. ബട്ട് ദ സ്പീക്കർ ഡിഡ് നോട്ട് അപ്പിയർ. അപ്പോൾ എന്താ പറയുക? ടേൺ ഔട്ട് ആണോ, ടേൺ ഡൗൺ ആണോ, ടേൺ അപ്പ് ആണോ, ടേൺ ഓവർ ആണോ? ഇതിലേതായിരിക്കും കറക്റ്റ് ആൻസർ എന്നാലോചിച്ച് നോക്ക്. ടേൺ അപ്പ് എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ ടു അറൈവ് എന്നാണ് അതിൻ്റെ അർത്ഥം. സ്പീക്കർ വന്നില്ല, ആൾക്കാർ 1 മണിക്കൂറിലും മേലെ വെയിറ്റ് ചെയ്തിരിക്കുന്നു, പക്ഷേ അവിടുത്തെ ആ സ്പീക്കർ അവിടെ വന്നില്ല, അപ്പിയർ ചെയ്തില്ല. അതാണ് ടേൺ അപ്പ് എന്ന് പറയുന്നത്. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ റിജക്റ്റ് ആണ്. ദ അതോറിറ്റി ടേൺ ഡൗൺ മൈ ആപ്ലിക്കേഷൻ, ഹിസ് ആപ്ലിക്കേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റിജക്റ്റഡ്. സോ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലിപ്പ് ഓർ ട്രാൻസ്ഫർ. ഓക്കെ,
ടേൺ ഓവർ. ദ മാച്ച് വാസ് ടേൺഡ് ഓവർ ബൈ മണി. ഓക്കെ, ചില മാച്ചസ് ഒക്കെ ഫിക്സ്ഡ് ആണെന്നൊക്കെ പറയാറില്ലേ. പിന്നെ ടേൺ ഔട്ട് എന്ന് പറഞ്ഞത് റിസൾട്ട്. ഓക്കെ, ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി എ ഡിസാസ്റ്റർ, ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി എ ഫോർച്ചുനേറ്റ് ഇവന്റ് എന്നൊക്കെ പറയല്ലേ. അതൊക്കെ ഒരു റിസൾട്ടിനെ സൂചിപ്പിക്കുന്നതാണ്. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാ അട്ടിമറിക്കുക അല്ലെങ്കിൽ ഫ്ലിപ്പ് ട്രാൻസ്ഫർ ചെയ്യുക, ടേൺഡ് ഓവർ ടു എ ന്യൂ ലൊക്കേഷൻ, അങ്ങനെയൊക്കെ നമുക്ക് പറയാവുന്നതാണ് ടേൺ ഓവർ എന്ന് പറയുന്നത്. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു അപ്പിയറൻസിനെ സൂചിപ്പിക്കുകയാണ്. ടേൺ ഡൗൺ റിജക്ഷൻ, ടേൺ ഓവർ ട്രാൻസ്ഫർ ഓർ ഫ്ലിപ്പിംഗ്, ആൻഡ് ടേൺ ഔട്ട് റിസൾട്ട് ഓർ പ്രൊഡ്യൂസ് ടേൺ ഔട്ട്. ഓക്കെ, ഇനി 58ാമത്തെ ക്വസ്റ്റ്യൻ. ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. യു ആർ റൈറ്റ്, ദർ ഇസ് എ മിസ്റ്റേക്ക്. നിങ്ങൾ ശരിയാണ്, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഇതിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കണം. അതായത് ഹി അഗ്രീഡ് വിത്ത് മീ ദാറ്റ് ദർ ഇസ് എ മിസ്റ്റേക്ക്, ഹി അഗ്രീഡ് വിത്ത് മീ ദാറ്റ് ദർ വാസ് എ മിസ്റ്റേക്ക്, ഹി അഗ്രീഡ് വിത്ത് മീ ദാറ്റ് ദർ ഹാസ് ബീൻ എ മിസ്റ്റേക്ക്, ഹി അഗ്രീഡ് വിത്ത് മീ ദാറ്റ് ദർ ഹാഡ് ബീൻ എ മിസ്റ്റേക്ക്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഹി അഗ്രീഡ് വിത്ത് മീ ദാറ്റ് there had been a mistake. ഓക്കെ, ഇതാണ് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ച് കൺവേർഷൻ. അതായത് ഈ റിപ്പോർട്ടഡ് സ്പീച്ചിൽ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമുക്ക് ബാക്ക് ഷിഫ്റ്റ് സംഭവിക്കും. അതായത് ഈസ് വാസ് ആകും. വാസ് ഓർ ഹാഡ് ബീൻ എന്ന് പറഞ്ഞാൽ അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഈസിനെ വാസോ അല്ലെങ്കിൽ ഹാഡ് ബീനോ ആവും. ഇപ്പോൾ ഇവിടെ നമുക്കൊരു റിപ്പോർട്ടിംഗ് വെർബാണ് ദർ ഈസ് എ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അങ്ങനെയാണ് ഇവിടെ ദർ ഹാഡ് ബീൻ എ മിസ്റ്റേക്ക് എന്ന് വന്നത്. ഈ ഈസ് എന്ന് പറഞ്ഞത് ഇവിടെ ഹാഡ് ബീനായി ഈ കോണ്ടെക്സ്റ്റ് അനുസരിച്ച്. ഓക്കെ, ദർ ഹാഡ് ബീൻ എ മിസ്റ്റേക്ക്. ഹി അഗ്രീഡ് വിത്ത് മീ, അതാണ് യു ആർ റൈറ്റ് അല്ലേ. അതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ചാണ് ഹി അഗ്രീഡ് വിത്ത് മീ. ദർ ഈസ് എ മിസ്റ്റേക്കിൻ്റെ കൺവേർഷൻ വന്നപ്പോൾ അവിടെ ഈ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ദർ ഹാഡ് ബീൻ എ മിസ്റ്റേക്ക്, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്ന് എൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു എന്ന് നമ്മളിപ്പം ഈ കാര്യം ബോസ് നമ്മളോട് പറയാണ്, ഓക്കെ നിങ്ങൾ ശരിയാണ്, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ വന്ന് ഇൻഡയറക്റ്റ് സ്പീച്ച് ആയിട്ട് പറയുമ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ദർ ഹാഡ് ബീൻ എ മിസ്റ്റേക്ക് എന്ന് ബോസ് എൻ്റെ എന്നോട് സമ്മതിച്ചു, ഞാൻ പറഞ്ഞത് എന്നോട് സമ്മതിച്ചു എന്ന് നമ്മൾ പറയുന്നതാണ് ഹി അഗ്രീഡ് വിത്ത് മീ. ഇനി 59ാമത്തെ ക്വസ്റ്റ്യൻ. കൺവേർട്ട് ദ സെൻറ്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. ദേ ആർ ബിൽഡിംഗ് എ ന്യൂ ബ്രിഡ്ജ് അക്രോസ് എ നാരോ പാർട്ട് ഓഫ് ദ ലേക്ക്. ദേ ആർ ബിൽഡിംഗ് എ ന്യൂ ബ്രിഡ്ജ് അക്രോസ് ദ നാരോ പാർട്ട് ഓഫ് ദ ലേക്ക്. അവർ ഒരു ഏറ്റവും ലേക്കിൻ്റെ ആ തടാകത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ പോർഷനിൽ ഒരു പാലം നിർമ്മിക്കുന്നുണ്ട്. ദേ ആർ ബിൽഡിംഗ് എ ന്യൂ ബ്രിഡ്ജ് അക്രോസ് ദ നാരോ പാർട്ട് ഓഫ് ദ ലേക്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ വരിക? ദ ന്യൂ ബ്രിഡ്ജ്, അത് നിങ്ങൾ ഓപ്ഷൻസ് ഒന്ന് വായിക്കുക, അതിൻ്റെ ആൻസർ ഒന്ന് അനലൈസ് ചെയ്യുക. എങ്ങനെ അതിൻ്റെ ആൻസർ വരുന്നത്? എ ന്യൂ ബ്രിഡ്ജ് ഈസ് ബീങ് ബിൽറ്റ് അക്രോസ് ദ നാരോ പാർട്ട് ഓഫ് ദ ലേക്ക്. എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആക്റ്റീവ് വോയിസ് ആണ് ഇത്. ദേ ആർ ബിൽഡിംഗ് എ ന്യൂ ബ്രിഡ്ജ് ഇല്ലേ, ദേ ആർ ബിൽഡിംഗ് എ ന്യൂ ബ്രിഡ്ജ് എന്നുള്ളതൊരു ആക്റ്റീവ് വോയിസ് ആണ് അല്ലേ, അവിടെ സംഗതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എ ന്യൂ ബ്രിഡ്ജ് ഈസ് ബീങ് ബിൽറ്റ് എന്നവിടെ വരും. ആ റൂൾ, പാസീവ് റൂൾ അനുസരിച്ച് പാസീവ് വോയിസിലോട്ട് വരുമ്പോൾ ഈ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു സംഭവം ഈസ് ബീങ് ബിൽറ്റ്, ഈസ് ബീങ് അണ്ടർടേക്കൺ, ഈസ് ബീങ് ഡിസ്ട്രോയിഡ് എന്നൊക്കെ നമുക്ക് മാറ്റേണ്ടി വരും. അതുകൊണ്ട് എ ന്യൂ ബ്രിഡ്ജ് ഈസ് ബീങ് ബിൽറ്റ് എന്നുള്ളതാണ് അവിടെ ശരിയായിട്ട് വരുന്നത്. എ ന്യൂ ബ്രിഡ്ജ് ബീങ് ബിൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ശരിയാവത്തില്ല അത്. അപ്പോൾ ഈ ഈസ് ബിൽറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രസൻറ്റ് സിമ്പിൾ പാസീവ് ആവും. നമ്മൾ ആക്റ്റീവ് അല്ലേ, സിമ്പിൾ അല്ലേ, ഇപ്പം ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഈസ് ബീങ് ബിൽറ്റ് എന്ന് തന്നെ പറയണം. ഓക്കെ, ഈസ് ബിൽഡിങ് എന്ന് പറഞ്ഞാൽ പാസീവ് വോയിസേ അല്ല. അപ്പം നമ്മൾ എന്ത് ആൻസറാണ് എഴുതുക? ഓപ്ഷൻ എ തന്നെയാണ് എഴുതാൻ നിർവാഹമുള്ളൂ.
ഓക്കെ ഓക്കെ. ഇനി 60ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 60ാമത്തെ ക്വസ്റ്റ്യനോട് കൂടി നമുക്ക് ഇന്നത്തെ സെക്ഷൻ അവസാനിപ്പിക്കാം. കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. എക്സ്പ്ലനേഷൻ കൂടും, നമ്മുടെ ടൈം നമുക്ക് നിങ്ങൾക്കൊന്നും അത്രയും അറ്റൻഷൻ കൊടുക്കാൻ പറ്റില്ല. ഒരു വ്യക്തിക്ക് ഒരു 10-40 മിനിറ്റൊക്കെ ഇരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് എല്ലാ ദിവസവും ഇത് കണ്ടിന്യൂ ചെയ്യാം. പ്രാക്ടീസും നോക്കാം, പ്രാക്ടീസും ചെയ്യാം എന്തെങ്കിലുമൊക്കെ. ഓക്കെ, ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്തായാലും പിക്ക് ദ വേർഡ് ദാറ്റ് ഈസ് റോങ്ലി സ്പെൽഡ്. ഇംപെർവിയസ്, ഇംപെരിക്കൽ, ഇംപെരിക്കൽ, ഇംപ്രഷണബിൾ, ഇംപ്രഷണബിൾ, ഇംപ്രസാരിയോ, ഇംപ്രസാരിയോ. ഇതിലേതാണ് റോങ്ലി സ്പെൽഡ് വേർഡ് എന്നാണ് ചോദ്യം. എംപെരിക്കൽ എന്നുള്ളതാണ് ഇൻകറക്റ്റ് സ്പെല്ലിംഗ്. ഇംപെരിക്കൽ അല്ല, ഈ ഐയുടെ സ്ഥാനത്ത് ഇ ആണ്. ഈ അങ്ങനെ വന്നാൽ മാത്രം പോരാ. EMPIRICAL, എംപിരിക്കൽ എന്നാണ് വരേണ്ടത്. ഇംപെരിക്കൽ എന്നല്ല, എംപിരിക്കൽ എന്നാണ് വരേണ്ടത്. ഓക്കെ, ഇംപെരിക്കൽ എന്നല്ല, എംപിരിക്കൽ എന്നാണ് വരേണ്ടത്. സോ എംപിരിക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒബ്സർവേഷൻ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എംപിരിക്കൽ സൊല്യൂഷൻ, എംപിരിക്കൽ വാല്യൂ. ഇതൊക്കെ എന്തെങ്കിലും ഒരു റിസർച്ച് നടത്തിയിട്ടോ അങ്ങനെ ഐട്രേറ്റ് ചെയ്ത് റിസർച്ച് നടത്തി ഒബ്സർവ് ചെയ്ത് അങ്ങനെയൊക്കെ എടുക്കുന്ന വാല്യൂസ് ആയിരിക്കും എംപിരിക്കൽ വാല്യൂ. ഓക്കെ, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ എംപിരിക്കൽ സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കി വെച്ചോ. എംപിരിക്കൽ നമുക്ക് പറയാം, എംപിരിക്കൽ എവിഡൻസ് എന്ന് നമുക്ക് പറയാം. എംപിരിക്കൽ എവിഡൻസ്, ഓക്കെ, അല്ലെങ്കിൽ എംപിരിക്കൽ റിസർച്ച് എന്നൊക്കെ നമുക്ക് പറയാം. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ എംപിരിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ ഒരു ഒബ്സർവേഷനും എക്സ്പെരിമെൻറ്റോ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസോ ഒക്കെ ഉണ്ട്. ഓക്കെ, എന്നാണ് അതിൻ്റെ അർത്ഥം. ഇംപെർവിയസ്, ഇംപ്രഷണബിൾ, ഇംപ്രസാരിയോ ഒക്കെ കറക്റ്റ് വേർഡ്സ് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഈ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ, ഡബിൾ വേർഡ്സ് വരുന്നത് അക്കൊമഡേഷൻ, അതിൽ 2 C 2 M ഒക്കെ വരുന്നുണ്ട്. എംബറാസ്മെൻറ്റ് എന്ത് വരുന്നുണ്ട്? 2 R വരുന്നുണ്ട്, 2 S വരുന്നുണ്ട്. ഇതൊക്കെ ഇവർ മിസ്പെൽഡ് വേർഡ്സ് ആയിട്ടുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വേർഡ്സ് കണ്ടുപിടിക്കാൻ പറയുന്നതിലൊക്കെ കറക്റ്റ് സ്പെല്ലിംഗ് വേർഡൊക്കെ വരുന്നതിൽ ഇങ്ങനത്തെ വേർഡ്സൊക്കെ വരാറുണ്ട്. സോ ഇതിനൊക്കെ കുറച്ച് എംഫസിസ് കൂട്ടിക്കൊടുത്ത് പഠിക്കുക. നമ്മളിന്ന് എന്തായാലും 10 ക്വസ്റ്റ്യൻസ്, ഇത്രയും ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് ഇന്ന് തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരു 50 ക്വസ്റ്റ്യൻ അങ്ങിട്ട് കുറച്ച് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ചെയ്ത് എത്ര മാർക്ക് ഉണ്ടെന്ന് നോക്കുക. ഇന്നത്തെ സെഷൻസ് ഇത്രയേ ഉള്ളൂ. സോ ബൈ, സി യു ടുമാറോ.